ദിവിഷ്, അല്പം മുൻപ് തന്നെ കോടതിയിൽ നിന്നും ഉത്തരവ് വന്നിരിക്കുന്നു. മാർച്ച് 28 വരെയാണ് നിലവിൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അതായത് 6 ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ ഇഡിക്ക് കോടതി അനുവദിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ ജഡ്ജിയായിട്ടുള്ള കാവേരി ബവേജിയുടെ ഉത്തരവാണ് അല്പസമയം മുൻപ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് റോസ് അവന്യൂ കോടതിയാണ്. റോസ് അവന്യൂ കോടതി ഗേറ്റ് നമ്പർ 3 അരവിന്ദ് കെജ്രിവാളിനെ പുറത്തേക്ക് ഇറക്കുന്നു. അദ്ദേഹത്തെ വീണ്ടും ഇഡി ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് ഇഡി ഈ കസ്റ്റഡി കാലാവധി സമയത്ത് വിശദമായി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്കായിരിക്കും ഇഡി കടക്കുക. നേരത്തെ 10 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയായിരുന്നു ഇഡി കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. അതിൽ 6 ദിവസം കസ്റ്റഡിയിൽ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതായത് അരവിന്ദ് കെജ്രിവാൾ ഇഡി കസ്റ്റഡിയിൽ തുടരും, 6 ദിവസത്തെ ഇഡി കസ്റ്റഡിയിൽ തുടരും. ഈ 6 ദിവസവും മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കും. അത് മുൻപ് അറസ്റ്റ് ചെയ്ത ആളുകളെ ഉൾപ്പെടെ ഒന്നിച്ചിരുത്തി, അതായത് മനീഷ് സിസോദിയയും കെ കവിത ഉൾപ്പെടെയുള്ള സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ള ഇതിനു മുൻപ് അറസ്റ്റിലായിട്ടുള്ള നേതാക്കളെയും അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം ഒപ്പമിരുത്തി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് ഇഡി നീങ്ങുന്നു എന്നുള്ളത് വേണം ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട്. ഇഡി പ്രധാനമായിട്ടും ഉന്നയിച്ച കാര്യങ്ങളുണ്ട്. അതായത് നേരിട്ട് തെളിവുകൾ ഹാജരാക്കിയില്ലെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള തെളിവുകൾ തന്നെ ഈ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണാൻ സാധിക്കുന്നത്. അതായത് വൻ വാഹന വ്യൂഹം, പോലീസിന്റെ വൻ വാഹന വ്യൂഹം തന്നെയുണ്ട്, ഇഡി ഉദ്യോഗസ്ഥരുണ്ട്. ഈ വാഹന വ്യൂഹം നേരെ ഇനി ഇഡി ആസ്ഥാനത്തേക്കായിരിക്കും പോവുക. അതിനുശേഷം അവിടെ എത്തിച്ച് ചോദ്യം ചെയ്യൽ തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അതിലെ മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാൾ ആണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ തേടാനുണ്ട്. മാത്രമല്ല കേവലം 100 കോടി രൂപയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് വലിയൊരു ഹവാല ഇടപാടാണ് നടന്നിരിക്കുന്നത്. ആ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് ആ കോഴപ്പണം ട്രേസ് ചെയ്യണം, കോഴപ്പണം എവിടെ എന്നുള്ള കാര്യം കണ്ടെത്തണം. മാത്രമല്ല ഈ കേസിൽ കൂടുതൽ എത്ര പേർക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കസ്റ്റഡി അപേക്ഷ നേരത്തെ ഇഡി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ഇപ്പോൾ 6 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ അല്ലെങ്കിൽ 6 ദിവസത്തെ കസ്റ്റഡിയിൽ ഇഡിക്ക് നൽകിയിരിക്കുന്നു കോടതി, വിശദമായിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. കിങ് പിൻ എന്നാണ് ഈ കേസിൽ ഇഡി കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ വിളിച്ചിരിക്കുന്നത്. അതായത് ഈ നേരത്തെ മദ്യനയം രൂപീകരിക്കുന്ന ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എക്സൈസ് മന്ത്രി ആയിരുന്ന മനീഷ് സിസോദിയ, മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്നു ചെയ്തതെങ്കിൽ പോലും അതിലെ പ്രധാന പങ്ക് വഹിച്ച ആള് അരവിന്ദ് കെജ്രിവാൾ ആണ് എന്നുള്ള കാര്യം. മാത്രമല്ല സൗത്ത് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന കമ്പനികളിൽ നിന്നും നേരിട്ട് പണം വാങ്ങി, അതായത് ഈ 100 കോടി രൂപ ആദ്യം വാങ്ങി എന്നുള്ള കാര്യമാണ്. അത് പാർഷ്യൽ ട്രാൻസാക്ഷൻസ് ആയിട്ടായിരുന്നു. അതിൽ പ്രധാന പങ്കും നേടിയത് അരവിന്ദ് കെജ്രിവാൾ ആണ്. അതിലെ ഒരു മധ്യസ്ഥ അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരനായി നിന്നത് ഈ മലയാളി കൂടിയായിട്ടുള്ള വിജയ് നായരാണ്. അദ്ദേഹമാണ് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത്. മാത്രമല്ല ഈ സൗത്ത് ഗ്രൂപ്പിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും ഒരു ഇടനിലക്കാരനായിരുന്നു ഈ വിജയ് നായർ എന്നുള്ള കാര്യം കൂടി ഇഡി കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. മാത്രമല്ല മറ്റ് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്ന മറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ 100 കോടി രൂപ പാർട്ടിക്ക് ലഭിക്കുന്ന സമയത്ത് അതിന്റെ 6 ഇരട്ടി തുകയാണ് ഈ കമ്പനികൾക്ക് ലാഭമായി ലഭിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ, ആ പണം ട്രേസ് ചെയ്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്, ഒരു മാപ്പുസാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്, അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത് എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും പ്രതിഭാഗം ഉന്നയിച്ചത്. മാത്രമല്ല ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്യുന്നു. അത് വെറുമൊരു മാപ്പുസാക്ഷിയുടെ മാത്രം മൊഴിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഇഡി തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് പറയുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ്. ഈ തെളിവുകൾ ഹാജരാക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇഡിക്ക് എന്നുള്ള കാര്യം അഭിഷേക് മനു സിംഗ്വി ഉൾപ്പെടെയുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകർ വാദിച്ചിരുന്നപ്പോഴും ആ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി ചോദ്യം ചെയ്ത് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒപ്പം ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ ഇനിയും പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നതിൽ 3 പേർ, അത് ഒന്ന് മനീഷ് സിസോദിയ, മറ്റൊന്ന് സഞ്ജയ് സിംഗ്, പിന്നെ ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള സാക്ഷാൽ അരവിന്ദ് കെജ്രിവാൾ. 3 പേരും ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്. അതുപോലെ തന്നെ BRS നേതാവ് കെ കവിത കൂടി അറസ്റ്റിലായിട്ടുണ്ട്. കെ കവിതയിൽ നിന്ന് 100 കോടി രൂപ കൈപ്പറ്റി ആം ആദ്മി പാർട്ടി എന്നുള്ളതാണ്. അതിൽ 45 കോടി രൂപയാണ് ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ആം ആദ്മി വിനിയോഗിച്ചത്. ബാക്കി പണം അത് എവിടെ പോയി, അത് എങ്ങനെ ഉപയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങൾ, ആ കോഴപ്പണത്തിന്റെ ഒരു ട്രേസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും.
മാത്രമല്ല ഈ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ കൂടി കൃത്യമായി അന്വേഷിച്ച ശേഷമായിരിക്കും വീണ്ടും മാർച്ച് 28-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും അരവിന്ദ് കെജ്രിവാളിനെ ഈ PMLA കോടതിയിൽ ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുക. തുടർന്നും കസ്റ്റഡി അപേക്ഷകളിലേക്കായിരിക്കും കാര്യങ്ങൾക്ക് പോവുക. എന്തായാലും ഈ